തീർച്ചയായിട്ടും നമുക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഏത് മൂവ്മെന്റുകളും അത് ന്യായമായ മൂവ്മെന്റുകളാണെങ്കിൽ അതിനെ നമ്മൾ അനുകൂലിക്കുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ ഈ പറയുന്ന കോക്രോച്ച് പാർട്ടി വിഷയം അത് വളരെ പ്രധാനമുള്ളതാണ്. ഇപ്പോൾ ശ്രീ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം അത് ബഹുമാനപ്പെട്ട കോടതിയിലടക്കം അത് ചർച്ചാ വിഷയമാവുകയും കോക്രോച്ച് എന്നൊരു പേര് തന്നെ അതിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്തതാണ്. നീറ്റ് നമ്മൾ എത്രയും വിശ്വാസകരമായി നമ്മൾ കാണുന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുകയാണ്. അത് ഒരു തവണയല്ല, തുടർച്ചയായ 2 തവണ ചോദ്യപേപ്പർ ചോരുകയാണ്. രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായ ഘട്ടത്തിലാണ്. അപ്പോൾ യുവാക്കളുടെ വലിയ രീതിയിലുള്ള ഡിസ്ട്രസ് അത് ഈ രാജ്യത്തുണ്ട്, അത് ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മൂവ്മെന്റുകൾ ഈ രാജ്യത്ത് ഉയർന്നു വരും. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ ആ സമരവാദികളിലുണ്ട്. പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ സമരവാദികളിലുണ്ട്. അതിനകത്ത് പുതിയൊരു മൂവ്മെന്റാണ് ഇപ്പോൾ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്നത്. നമുക്ക് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഉന്നയിച്ച വിഷയങ്ങൾ അത് യാഥാർത്ഥ്യമുള്ളതാണ്, അതിൽ തെറ്റില്ല. പക്ഷെ അവരുടെ വരുംകാല പ്രവർത്തനങ്ങൾ എന്താണ്, അവരുടെ പദ്ധതികൾ എന്താണ്, അവരുടെ ഐഡിയോളജി എന്താണ്, ഇത് ആരാണ് ഇത് മൂവ് ചെയ്യുന്നത് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ഒരു പാർട്ടിയെ നമുക്ക് എങ്ങനെ അംഗീകരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ അവരോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് പാർട്ടിയെ ദേശീയ ഇലക്ഷൻ കമ്മീഷനാണ് അംഗീകരിക്കേണ്ടത്. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ അവരുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ അവരിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ അത് യാഥാർത്ഥ്യമുള്ളതാണ്. അത് ഈ രാജ്യത്ത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ആ വിഷയങ്ങളിൽ ഞങ്ങൾക്ക് അവർ ഉന്നയിക്കുന്ന ആ വിഷയങ്ങളിൽ അവരോട് യോജിപ്പുണ്ട്. അല്ല, അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പ്രിന്റ് പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ ശ്രമിച്ചു. സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾ, ഓൺലൈനായിട്ടുള്ള പല മീഡിയകളെയും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെയും അവരുടെ എക്സ് അക്കൗണ്ടുകൾ അടക്കം പൂട്ടിക്കാൻ ശ്രമിച്ചു. അവരുടെ ഓഫീസുകളെ റെയ്ഡ് നടത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ വരുന്ന ഇതൊക്കെ തന്നെ ഈ രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് സർക്കാരിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതിന്റെ ദിശാസൂചികയാണ്. കാരണം ഒരു ഫാസിസ്റ്റ് സർക്കാരാണ് സ്വതന്ത്രമായി നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഫാസിസത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചതിന്റെ പേരിൽ ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ എക്സ് അക്കൗണ്ട് പൂട്ടിക്കാനുള്ള ശ്രമമുണ്ടായത്. അപ്പോൾ അത് പിന്നെ തിരികെ വരികയും ചെയ്തു. പക്ഷെ എങ്കിലും കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ. എന്തിനാണ് കേന്ദ്രം പേടിക്കുന്നത്? അതെ, എന്തിനാണ് കേന്ദ്രം പേടിക്കുന്നത് വെച്ചാൽ കൊള്ളേണ്ടവർക്ക് കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഉന്നയിക്കുന്ന വിഷയം അതിവേഗമാണ് രാജ്യത്തെ യുവാക്കളുടെ ഇടയിലേക്ക് പ്രചരിക്കുന്നത്, രാജ്യത്തെ ജൻസികളുടെ ഇടയിലേക്ക് പ്രചരിക്കുന്നത്. ഈ രാജ്യത്തെ 65% ജനങ്ങളും വോട്ടർമാരും അത് യുവാക്കളാണ്, 40 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പോൾ അവരുടെ അടുക്കിലേക്ക് ഒരു വലിയ വേഗത്തിൽ, ശരവേഗത്തിൽ ഇത് പതിയുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് കൊള്ളുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് അവരെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവരെ റെസ്ട്രിക്ട് ചെയ്യുന്ന നടപടിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. സ്വതന്ത്രമായി അവർ നിയമപരമായിട്ടുള്ള ഏത് അഭിപ്രായം പറഞ്ഞാലും, ഏത് വിയോജിപ്പ് രേഖപ്പെടുത്തിയാലും, ഏത് പ്രതിഷേധം രേഖപ്പെടുത്തിയാലും അതിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് അവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയം തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആയിക്കൊള്ളട്ടെ, ഇല്ലെങ്കിൽ തൊഴിലില്ലായ്മ വിഷയമായിക്കൊള്ളട്ടെ, നീറ്റിന്റെ പ്രശ്നമായിക്കൊള്ളട്ടെ, ഇതിനകത്തൊക്കെ ഞങ്ങൾ ഓൾറെഡി കോൺഗ്രസ് പാർട്ടി എടുത്തൊരു നിലപാടുണ്ട്, യൂത്ത് കോൺഗ്രസ് എടുത്ത നിലപാടുണ്ട്. അതിനോട് യോജിച്ചാണ് പോകുന്നത്. വരും കാലങ്ങളിൽ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അനുസരിപ്പെടുത്തി വേണം അവരുടെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ യോജിപ്പോടുകൂടി കാണണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അത് തീർച്ചയായിട്ടും ഇതുപോലെ ന്യായമായ ഏതാവശ്യമുള്ള ഏത് മുന്നേറ്റത്തെയും നമ്മൾ പിന്തുണയ്ക്കും. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഓരോ വിഷയാസ്പദമാണ്. ഇവരിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിഷയങ്ങൾ ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്, ചർച്ച ചെയ്യുന്ന വിഷയമാണ്, ന്യായമായ വിഷയങ്ങളാണ് ഇവരിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നാളുകളിൽ എങ്ങനെയാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ വിഷയാസ്പദമായി അവർ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആ മുന്നേറ്റത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുക.